കുറച്ചധികം വിഷമത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതുപോലൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷേ ചില ആളുകൾ നമ്മളെ കൊണ്ട് നമ്മൾ പോലും അറിയാതെ പലതും ചെയ്യിക്കും എന്ന് പറയുന്നത് സത്യമാണ്. അപ്പോൾ ഇന്നലെ UAE-യുടെ 54th നാഷണൽ ഡേ ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പോസ്റ്റ് ഇട്ടു. ഞാനും എൻ്റെ മോളും കൂടെ അബായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ. കുറേ ആളുകൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ഇട്ടു, കുറച്ച് ആളുകൾ നെഗറ്റീവായിട്ട് കമൻറ്റ് ഇട്ടു. അതിൽ വന്ന ഒരു കമൻറ്റ്, വളരെ കാലമായിട്ട് എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ദേവേട്ടൻ SKP എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് വന്ന ഒരു കമൻറ്റാണ് ഇപ്പോൾ എന്നെ കൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കാണാം. കാക്ക കൊത്തിയോ എന്ന് ചോദിച്ചിട്ടാണ് അയാൾ ആ കമൻറ്റ് തുടങ്ങുന്നത്. അതിന് ബാക്കി ഞാൻ കൊടുത്ത മറുപടിക്ക് അനുസരിച്ചാണ് ബാക്കി ഭാഗങ്ങൾ വന്നത്. അതിൽ അവസാനം അയാൾ ഇങ്ങനെയും പറഞ്ഞു, ഈ ഒരു കുപ്പായം ഇട്ട നിന്നെ ഇനിയിപ്പോൾ ഈ ഒരു കുപ്പായം ഇട്ടതിനാൽ ഇനിയിപ്പോൾ അഴാവിൽ എൻ്റെ തറവാട് അഴാവിലാണ്, അപ്പോൾ അവിടുത്തെ ഉത്സവത്തിന് ജീവനോടെ ഉണ്ടെങ്കിൽ കാണാം. കൊല്ലാൻ ആളാക്കിയിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇത്രയും വർഗീയവാദികൾ നമുക്കിടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ, ഇവരൊക്കെ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാണ്. UAE-യുടെ നാഷണൽ ഡേ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ആഘോഷം പോലെ തന്നെയാണ്. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. ഇവിടുത്തെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ നമ്മൾ ചിലപ്പോൾ ധരിച്ചു എന്ന് വരും. അതിലെന്താണ് ഇത്ര തെറ്റ്? അല്ലെങ്കിൽ ഈ കുപ്പായം എങ്ങനെയാണ് ഇത്രയും വെറുക്കപ്പെട്ട കുപ്പായമായി മാറിയത് ഇയാൾക്കൊക്കെ? ഇയാൾക്ക് മാത്രമല്ല, കുറേ പേര് അതിലുണ്ട് വേറെ. എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ തന്നെ എത്രയോ ആളുകൾ, എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ എത്രയോ ആളുകൾ ഈ ഒരു ഡ്രസ്സ് ഇടുന്ന ആളുകളുണ്ട്. അവരൊക്കെ എന്താ വർഗീയവാദികളാണോ? ഇവിടുന്ന് ഈ ഒരു അറബ് രാഷ്ട്രത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ പോലും നിലനിന്ന് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവരുടെ കാശ് നിങ്ങൾക്ക് പറ്റും, പക്ഷെ ഇവരുടെ ഒരു ഡ്രസ്സ് നമ്മൾ ഇടാൻ പാടില്ല. ഇവരുടെ ഒരു ആഘോഷത്തിന് ഭാഗം നമ്മളാവുമ്പോൾ നമ്മൾ വർഗീയവാദികൾ അല്ലെങ്കിൽ എന്താ തീവ്രവാദികൾ. എന്തോന്നടേ ഇത് നമ്മുടെ നാട് ഇത്രയും വികസിച്ചു അല്ലെങ്കിൽ ഇത്രയും ഡെവലപ്ഡ് ആയി എന്നൊക്കെ പറയുമ്പോഴും ഇതുപോലുള്ള ആളുകളും ഇവരുടെ ഒരു മെന്റാലിറ്റി ഒന്നും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിച്ചു. ഞാൻ ഇന്നലെ ആ ക്യാപ്ഷൻ പോലും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ്, നാനാത്വത്തിൽ ഏകത്വം. നമ്മുടെ മനസ്സിലേക്ക് ഈ ജാതി മത ചിന്തകളൊക്കെ കടന്നുകൂടുന്നതിനും എത്രയോ കാലം മുന്നേ നമ്മൾ കേട്ടുപിടിച്ച വാക്കാണിത്, നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളത്. അത് അതേപോലെ പിന്തുടരുന്ന ആളുകളുണ്ട്, അതല്ലാത്ത ആളുകളും ഒരുപാടുണ്ട്, മനുഷ്യരാണ്. പക്ഷെ ഇങ്ങനെയും വിഷം തുപ്പുന്ന ആളുകൾ നമുക്കിടയിൽ കാക്ക കൊത്തിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബോധമുള്ള ആൾക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അയാളുടെ ഒരു സംസ്കാരം ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ഞാൻ ചിലപ്പോൾ നാളെ കൊന്ത ഇട്ടിട്ടും കുരിശ് പിടിച്ചിട്ടും ഒക്കെ ചിലപ്പോൾ ഫോട്ടോ ഇട്ടെന്ന് വരും. നമ്മുടെ മതത്തിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റുള്ള മതത്തിലെ ആചാരങ്ങൾ അവർക്ക് ദോഷമില്ലാത്ത രീതിയിൽ നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലെന്താ തെറ്റ്? ഹിന്ദു ആയിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദു ആയിട്ട് മരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അതിനപ്പുറത്തേക്ക് മനുഷ്യനാവുക എന്നുള്ളതാണ്, മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് മതി ഈ രാഷ്ട്രീയവും മതവും ജാതിയും ഒക്കെ. അത്രേ എനിക്ക് പറയാനുള്ളൂ.